ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ സൂപ്പർ പോരാട്ടം സമനിലയിൽ അവസാനിച്ചു. സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ നടന്ന പോരാട്ടത്തിൽ ചെൽസിയും ആഴ്സണലും ഓരോ ഗോൾ അടിച്ച് കൈകൊടുത്ത് പിരിഞ്ഞു. മത്സരത്തിൽ ഭൂരിഭാഗം സമയവും 10 പേരായി ചുരുങ്ങിയിട്ടും ലീഡ് നേടാനും പരാജയപ്പെടാതിരിക്കാനും ചെൽസിക്ക് സാധിച്ചു. 38-ാം മിനിറ്റിൽ മൊയ്സസ് കൈസേഡോയാണ് ഡയറക്ട് റെഡ് കാർഡുമായി കളം വിട്ടത്. എന്നാൽ രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ ചെൽസി ലീഡ് എടുത്തു. കോർണറിൽ നിന്ന് ഹെഡറിലൂടെ ചലോബയാണ് ചെൽസിക്കായി ലക്ഷ്യം കണ്ടത്. അധികം വൈകാതെ ആഴ്സണൽ തിരിച്ചടിച്ചു. 59-ാം മിനിറ്റിൽ സാക്കയുടെ അസിസ്റ്റിൽ ഹെഡറിലൂടെ മിഗേൽ മെറീനോയാണ് ഗോൾ നേടിയത്. തുടർന്ന് വിജയ ഗോൾ കണ്ടെത്താൻ ഇരു ടീമുകൾക്കുമായില്ല. മത്സരത്തിലെ കണക്കുകളിലേക്ക് വന്നാൽ 62% ബോൾ പൊസിഷൻ ആഴ്സണലിലായിരുന്നു. 8 ഷോട്ടുകളാണ് ആഴ്സണൽ ആകെ തൊടുത്തത്. 5 ഷോട്ട് ഓൺ ടാർഗറ്റ്. 407 പാസുകൾ 91% കൃത്യതയോടെ ആഴ്സണൽ പൂർത്തിയാക്കി. 11 ഷോട്ടുകളാണ് ചെൽസി തൊടുത്തത്. 5 ഷോട്ട് ഓൺ ടാർഗറ്റ്. 229 പാസുകൾ 89% കൃത്യതയോടെ ചെൽസി പൂർത്തിയാക്കി. ലീഗിൽ 13 മത്സരങ്ങളിൽ നിന്നും 30 പോയിന്റുമായി ആഴ്സണൽ 1-ാം സ്ഥാനത്ത് തുടരുകയാണ്. 25 പോയിന്റുള്ള മാഞ്ചസ്റ്റർ സിറ്റിയാണ് 2-ാം സ്ഥാനത്ത്. 24 പോയിന്റോടെ ചെൽസി 3-ാം സ്ഥാനത്താണ്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.